മക്കളെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. 5ാമത്തെ യൂണിറ്റിന്റെ പേരാണ് നസാരയും. നസാരയും എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ. നസാരയും കാഴ്ചപ്പാടുകൾ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രേംചന്ദിന്റെ വചനം തന്നിട്ടുണ്ട്. ജീവൻ കാ വാസ്തവിക സുഖ ദൂസരോं को सुख देने में है, उनका सुख छीनने में नहीं. ജീവിതത്തിലെ യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സുഖം നൽകുക എന്നതാണ്, അവരുടെ സുഖം തട്ടിയെടുക്കുക എന്നതിലല്ല എന്നാണ് പ്രേംചന്ദ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളത് പ്രേമ കെ സിവ ആർ കുച്ച് നെഹീം എന്ന ഒരു ഡയറിയാണ് പഠിക്കാനുള്ളത്. ജസിന്ത കർക്കറ്റയാണ് ഈ ഡയറി എഴുതിയിരിക്കുന്നത്. പ്രേമ കെ സിവ ആർ കുച്ച് നെഹീം എന്നാണ് ഡയറിയുടെ പേര്. ഇതിൽ മനുഷ്യത്വത്തിനെ കുറിച്ചാണ് ഈ ഡയറിയിൽ പറയുന്നത്. മനുഷ്യത്വം, അതാണ് ഈ ഡയറിയിൽ പറയുന്ന കാര്യം. അതായത് സ്നേഹമാണ് ഏറ്റവും ശക്തിയുള്ളത് എന്നാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്നേഹം ഏറ്റവും ശക്തിയുള്ളതാണ്. ഒരു മനുഷ്യരുടെ മറ്റുള്ളവരുടെ ദുഃഖവും വിഷമവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാം. സ്നേഹം, മനസ്സിൽ സ്നേഹമുള്ളവർക്ക് മാത്രമേ അതിന് പറ്റുകയുള്ളൂ. സ്നേഹമുള്ള മനുഷ്യൻ, അതുപോലെ തന്നെ പരസ്പര വിശ്വാസം, സഹജീവികളോടുള്ള സഹാനുഭൂതി, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാനുള്ള മനസ്സ്, അതെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഭൂമിയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ബാക്കി വെക്കാൻ സാധിക്കുകയില്ല എന്നൊരു സന്ദേശമാണ് ഈ ഡയറിയിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഡയറിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. പ്രേമ കെ സിവ ആർ കുച്ച് നെഹീം, സ്നേഹത്തെ കൂടാതെ മറ്റൊന്നുമില്ല, ഏറ്റവും വലുത് എന്താണ്? സ്നേഹമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 27, 2022 സോമവാർ. 2022 ജൂൺ 27-ാം തീയതി ഒരു തിങ്കളാഴ്ച ദിവസം എഴുതിയ ഡയറിയാണ്. രാഞ്ചി, ജാർഖണ്ഡ് ആണ് സ്ഥലം എഴുതിയിരിക്കുന്നത്. റിംസ് ജാർഖണ്ഡ് കാ സബ്സേ ബഡാ സർക്കാരി അസ്പത്താൽ ഹെ. അതായത് ഇവിടെ ഒരു ഹോസ്പിറ്റലും അതിന്റെ പരിസരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്തിന് മാത്രമാണ്, അവിടെയുള്ള മാത്രം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് ഇവിടെയുള്ള ലേഖികയുടെ ആരോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റിംസ് ജാർഖണ്ഡ് കാ സബ്സേ ബഡാ സർക്കാരി അസ്പത്താൽ ഹെ. റിംസ് ജാർഖണ്ഡിലെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്. ഇസ് अस्पताल में एक रिपोर्ट लेने में कतार में घटी थी. ഇസ് अस्पताल में, ഈ ഹോസ്പിറ്റലിൽ ഏക്ക് റിപ്പോർട്ട് ലേനെ, ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. മേം കതാർ മേ ഗഡീതി, ഞാൻ, കതാർ പറഞ്ഞ വരിയിൽ, കതാർ വരിയിൽ നിൽക്കുക, ലൈനിൽ നിൽക്കുക. ഗഡീതി നിൽക്കുകയായിരുന്നു. ആരാണ് വരിയിൽ നിന്നത്? ലേഖിക അല്ലെ. ലേഖിക ഒരു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വരി നിൽക്കുകയായിരുന്നു. മേരെ ആകെ ഏക്ക് വ്യക്തി ഘടാത, എൻ്റെ മുന്നിലായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്ന, ഒരു വ്യക്തി, ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഘടാത നിൽക്കുന്നുണ്ടായിരുന്നു. ലേഖിയുടെ മുമ്പിലായിട്ട് ഒരാള് നിൽക്കുന്നുണ്ടായിരുന്നു. ഉസേബി കോയി റിപ്പോർട്ട് ലേനേതി, അവർക്കും ഉസേബി, അദ്ദേഹത്തിന് എന്താണ്? കോയി റിപ്പോർട്ട് ലേനേതി, അദ്ദേഹത്തിനും ഏതോ ഒരു റിപ്പോർട്ട് വാങ്ങിക്കണമായിരുന്നു. അദ്ദേഹത്തിന് റിപ്പോർട്ട് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. പൈസ ജമാ കർത്തേ വക്ത് ഉസ്കെ പാസ് 20 രൂപയെ കം പട് രഹേ ഥേ. അങ്ങനെ പൈസ അടയ്ക്കുന്ന സമയം, ജമാ കർണാന അടയ്ക്കുക, പൈസ അടയ്ക്കുന്ന സമയത്ത്, വക്ത് സമയം, ഉസ്കെ പാസ് അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ അടുത്ത് 20 രൂപയെ കം പട് രഹേ ഥേ. 20 രൂപ, 20 രൂപ, കം കുറവ്, കം പറഞ്ഞ കുറവ്. അദ്ദേഹത്തിന് അങ്ങനെ ആ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് അടയ്ക്കണം. ആ കാശ് അടയ്ക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് 20 രൂപ കുറവായിരുന്നു. വഹ് പരേശാൻ ഇധർ ഉധർ താക് രഹാ ഥാ, അദ്ദേഹം വിവശനായിട്ട് ഇധർ ഉധർ താക് രഹാ ഥാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. താക് രഹാ ഥാ നോക്കുന്നുണ്ടായിരുന്നു. ബാർ ബാർ ജേബ് മേ ഹാത്ത് ഡാൽത്താ ഥാ, ബാർ ബാർ
നിരന്തരം തുടർച്ചയായിട്ട് ജേബ് മേ കീശയില് ഹാത്ത് ഡാൽത്തത കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇനി എവിടെയെങ്കിലും കീശയിൽ എവിടെയെങ്കിലും 20 രൂപ ഉണ്ടോ എന്ന് കരുതിയിട്ട് അയാള് വീണ്ടും വീണ്ടും കീശയിൽ ഇങ്ങനെ കൈയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പീച്ചെ വാലെ ലോഗ് ജൽദി കരോ ചില്ലാ രഹേ ഥേ. പിന്നിൽ നിൽക്കുന്ന ആളുകള് വേഗമാവട്ടെ വേഗമാവട്ടെ എന്നിങ്ങനെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. പിന്നിലുള്ള ആളുകൾക്ക് എന്താണ്, എല്ലാവരും റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലേ. അപ്പൊ അവര് എന്തായിരുന്നു, ബഹളം ഉണ്ടാക്കുകയാണ്, വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് ജൽദി കരോ വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി. വഹ് ഇധർ ഉധർ ഫോൺ ലഗാനെ ലഗ. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ലഗാനെ ലഗ, ഫോൺ ചെയ്യാൻ തുടങ്ങി. അയാൾ ആർക്കൊക്കെയോ ഫോൺ ചെയ്യാണ്, 20 രൂപയ്ക്ക് വേണ്ടി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. 20 രൂപയാ നഹി മിൽ രഹാ ലൈൻ മേ ഖടാ ഹും ലേക്കർ ജൽദി ആയിയെ. അദ്ദേഹം എവിടേക്കോ ഫോൺ വിളിച്ചിട്ട് പറയാണ്, 20 രൂപയാ നഹി മിൽ രഹാ, 20 രൂപ കിട്ടിയില്ല. ലൈൻ മേ ഖടാ ഹും, ലൈനിൽ നിൽക്കുകയാണ്. ലേക്കർ ജൽദി ആയിയെ, 20 രൂപയും കൊണ്ട് ജൽദി ആയിയെ, പെട്ടെന്ന് വന്നാലും. ഞാനിവിടെ വരിയിലാണ് നിൽക്കുന്നത്, 20 രൂപ കിട്ടിയിട്ടില്ല, 20 രൂപയുടെ കുറവുണ്ട്, അതുകൊണ്ട് 20 രൂപയുമായിട്ട് പെട്ടെന്ന് വന്നാലും എന്ന് അയാൾ ആർക്കോ ഫോൺ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. വോ കിസിസെ ഫോൺ പർ കഹ് രഹാ താ, അദ്ദേഹം കിസിസെ ആരോടോ ഫോൺ പർ കഹ് രഹാ താ, ഫോണിൽ പറയുന്നുണ്ടായിരുന്നു. തബി മേനെ 20 രൂപയെ നികാൽ കർ ഉസ്കി ഓർ ബഠാ ദിയെ. തബി അപ്പോൾ, മേനെ ഞാൻ, 20 രൂപയെ നികാൽ കർ 20 രൂപ എടുത്തിട്ട്, ഉസ്കി ഓർ ബഠാ ദിയ അദ്ദേഹത്തിന് നേരെ നീട്ടി. ആരാണ് 20 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടിയത്? ലേഖിക. ലേഖിക ഈ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്തു, 20 രൂപ എടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ നീട്ടി. ഉസ്നെ രാഹത്ത് കി സാൻസ് ലി, അദ്ദേഹം ആശ്വാസത്തിന്റെ ശ്വാസം അയച്ചു. അദ്ദേഹത്തിന് ആശ്വാസമായി, അദ്ദേഹം ദീർഘനിശ്വാസം അയച്ചു. मैंने देखा आदमी छोटी सी मदद के लिए आसपास गिरे इंसानों की तरफ नहीं देख सकता. मैंने देखा, ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? ആദ്മി छोटी सी मदद के लिए आसपास गिरे इंसानों की तरफ नहीं देख सकता. ചെറിയൊരു സഹായത്തിന് വേണ്ടി അടുത്തു നിൽക്കുന്ന ആളുകളെ, ഗഡെ ഇൻസാൻ, ആസ്പാസ് അടുത്ത്, ഗഡെ നിൽക്കുന്ന, ഇൻസാൻ മനുഷ്യൻ, ഇൻസാൻ കി തരഫ് മനുഷ്യർക്ക് നേരെ, ആളുകൾക്ക് നേരെ, നഹീം ദേഖ് സക്ത നോക്കാൻ കഴിഞ്ഞില്ല. അസഹായ മഹസൂസ് കർത്തായ, അദ്ദേഹം നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. काम पूरा होने पर वह कतार से अलग हो गया और 20 रुपये के लिए फोन पर किसी को बुलाता रहा. काम पूरा होने पर वह कतार से अलग हो गया. അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലി പൂർത്തിയാക്കിയത്, റിപ്പോർട്ട് വാങ്ങുക എന്ന കർമ്മം പൂർത്തിയാക്കിയതിനു ശേഷം, വഹ് കതാർ സെ അലഗ് ഹോ ഗയ, അയാൾ കതാർ സെ ആ വരിയിൽ നിന്നും, കതാർ പറഞ്ഞ വരി, വരിയിൽ നിന്നും, അലഗ് ഹോ ഗയെ മാറി നിന്നു. और 20 രൂപയെ के लिए फोन पर किसी को बुलाता रहा. എന്നിട്ട് അദ്ദേഹം 20 രൂപയ്ക്ക് വേണ്ടി, 20 രൂപയെ के लिए 20 രൂപയ്ക്ക് വേണ്ടി, ഫോൺ പർ കിസി കോ ബുലാത്താ രഹാ, ഫോണിൽ ആരെയോ വിളിക്കുകയായിരുന്നു. मैं रिपोर्ट लेकर जाने लगी तो वह पास आया. मैं റിപ്പോർട്ട് ലേക്കർ, ഞാൻ റിപ്പോർട്ട് വാങ്ങി, ലേഖിക റിപ്പോർട്ട് വാങ്ങിങ്ങാണ്ട്, ജാനെ ലഗിത്തോ പോവാൻ തുടങ്ങിയപ്പോൾ, വഹ് പാസ് ആയ അദ്ദേഹം അടുത്തേക്ക് വന്നു. സരാ രുക്കിയെ ധന്യവാദ് ആപ്കെ 20 രൂപയെ പൈസെ ലൗട്ടാത്തെ ഹുയെ ഉസ്നെ കഹാ. സരാ രുക്കിയ ഒന്ന് നിന്നാലും, ധന്യവാദ് നന്ദി, ആപ്കെ 20 രൂപയെ താങ്കളുടെ 20 രൂപ. അപ്പൊ ലേഖിക അദ്ദേഹത്തിന് സഹായമായി നൽകിയ 20 രൂപ അയാൾ തിരിച്ചു നൽകി അല്ലെ. തിരിച്ചു നൽകിയിട്ട് നന്ദി പറയുന്നു, എന്നിട്ട് ഇതാ നിങ്ങളുടെ 20 രൂപ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു. പൈസെ ലൗട്ടാത്തെ ഹുയെ ഉസ്നെ കഹാ, പൈസ തിരിച്ചു നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. അരെ വാപ്പസ് കർണ സെരൂരി നെഹി ഹെ, 20 ഹി തോ രൂപയെ ഹെ. അത് തിരിച്ചു തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വാപ്പസ് കർണ തിരിച്ചു തരാം. വാപ്പസ് കർണ ജരൂരി നെഹി ഹെ, അത്യാവശ്യം ഉണ്ടായിരുന്നില്ല, അത് തിരിച്ചു തരേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല.
20 तो रुपये है. ഒരു 20 രൂപയല്ലേ, ഒരു 20 രൂപയല്ലേ, അത് തിരിച്ചു തരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് ലേഖിക പറഞ്ഞു. മേംനെ കഹ, ഞാൻ പറഞ്ഞു, അതായത് ലേഖിക പറഞ്ഞു. നെഹി വഹ് 20 रुपये नहीं दे, അല്ല, അത് 20 20 രൂപയെ नहीं दे, 20 രൂപയായിരുന്നില്ല, അല്ല, അതൊരു 20 രൂപയായിരുന്നില്ല. കഹ്കർ വഹ് ചലാ ഗയ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് നടന്നുപോയി. എന്താണ് അദ്ദേഹത്തിന് ആ സമയത്ത് ആ കാശ് 20 രൂപ ആയിരുന്നില്ല എന്ന് പറയാനുള്ള കാരണം? അത്യാവശ്യ സമയത്ത് അത്യാവശ്യം അദ്ദേഹത്തിന് ആ 20 രൂപ ആവശ്യം വന്ന സമയത്താണ് ലേഖിക ആ രൂപ നൽകിയത്. അപ്പൊ ആവശ്യത്തിന് ഉപകരിക്കുമ്പോൾ അതിനെന്താണ്, മൂല്യം ഉണ്ടാവും അല്ലെ. ആവശ്യ സമയത്ത് നമുക്ക് ലഭിക്കുമ്പോൾ അതിന് മൂല്യം കൂടും. അതാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു 20 രൂപ ആയിരുന്നില്ല എന്ന് പറഞ്ഞത്. दूसरे दिन बहुत सुबह फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. അടുത്ത ദിവസം बहुत सुबह അതിരാവിലെ फिर कोई रिपोर्ट लेने दूसरी तरफ मेरी छोटी बहन को जाना पड़ा. फिर कोई रिपोर्ट, പിന്നീട് വേറെ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്, മേരി ചോട്ടി ബഹൻകോ, എന്റെ ചെറിയ അനുജത്തിക്ക്, ജാനാപട, പോവേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം പോയത് ലേഖികയാണെങ്കിൽ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ആർക്ക് പോവേണ്ടി വന്നു? അനുജത്തിക്ക് റിപ്പോർട്ട് വാങ്ങാൻ പോവേണ്ടി വന്നു. മേരി ബഹന്നെ നന്നി ബച്ചിക്കോ ഗോദ് മേ ലേ രഖാത, എന്റെ സഹോദരി നന്നി ബച്ചിക്കോ, ചെറിയ കുട്ടിയെ, സഹോദരിക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ ചെറിയ കുട്ടിയെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് ലേനെ കെ ബാദ് ഉസേ ഫോട്ടോ കോപ്പി കർവാനി ദി, റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഫോട്ടോ കോപ്പി കർവാനി ദി, ഫോട്ടോ കോപ്പി കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. റിപ്പോർട്ട് കാർഡ് വാങ്ങി ആ റിപ്പോർട്ട് കാർഡിന്റെ ഒരു ഫോട്ടോ കോപ്പി കൂടി ആവശ്യമുണ്ടായിരുന്നു. വഹ് പൈസേ ടൂണ്ടിനെ ലഗി, വഹ് അവൾ, പൈസേ ടൂണ്ടിനെ ലഗി, പൈസ തിരയാൻ തുടങ്ങി, ടൂണ്ടിനെ തിരയുക, പൈസ തിരയാൻ തുടങ്ങി, ലഗി തുടങ്ങി. ജേബ് മേ പൈസേ നഹീ ദേ, കീശയിൽ അതായത് പേഴ്സിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഊപ്പർ അസ്പത്താൽ കെ ചൗദേ തല്ലേ മേ ഹി ചൂട്ട് ഗയേ ദേ, മുകളിൽ അസ്പത്താൽ കെ ചൗദേ തല്ലേ മേ, ഹോസ്പിറ്റലിന്റെ 4ാമത്തെ നിലയിൽ, ചൂട്ട് ഗയേ ദേ, വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് അവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു, അവിടെ വിട്ടു പോന്നതായിരുന്നു. ആ ചൂട്ടിന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥം, വിട്ടുപോരുക, മറന്ന് വെച്ച് പോരുക. उसने दुकानदार से कहा कि वह कुछ देर में पैसे लाकर दे देगी. उसने दुकानदार से कहा, അവൾ കടക്കാരനോട് പറഞ്ഞു. വഹ് കുച്ച് ദേർ മേ പൈസേ ലാക്കർ ദേ ദേഗി, കുറച്ച് സമയത്തിന് ശേഷം പൈസ കൊണ്ടുവന്ന് തരാം. ലേക്കിൻ ഫോട്ടോ കോപ്പി ഉസേ ഫോട്ടോ കോപ്പി ചാഹിയേ, അവൾക്ക് ഫോട്ടോ കോപ്പി വേണം, ഫോട്ടോ കോപ്പി വേണം, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാശ് കൊണ്ടുതരാം. അതെവിടെയാണ് ഇരിക്കുന്നത്? മുകളിലെ നിലയിലാണല്ലേ, 4ാമത്തെ നിലയിലാണ് ഇരിക്കുന്നത്. അവിടെ വരെ പോയി എടുത്തു കൊണ്ടുവരിക. പോകുന്ന സമയത്ത് ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുപോയാൽ പിന്നീട് പൈസ കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പർ ദുക്കാൻദാർ ആനാകാനി കർത്താദിക, പർ പക്ഷേ, ദുക്കാൻദാർ ആനാകാനി കർത്താദിക, കേട്ട ഭാവം നടിച്ചില്ല. ആനാകാനി പറഞ്ഞാല് കേട്ട ഭാവം നടിക്കാതിരിക്കുക, കേട്ട ഭാവം നടിച്ചില്ല. തബി പാസ് ഗഡെ ഏക് ലഡ്കെ നെ ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസെ ജമാക്കർ ദിയെ, അപ്പോൾ തബി പാസ് ഗഡെ ഏക് ലഡ്കെ നെ, അടുത്തു തന്നെ നിൽക്കുന്ന ഒരു ആൺകുട്ടി, ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി, അവളുടെ ഫോട്ടോ കോപ്പിയുടെ കൂടെ പൈസെ ജമാക്കർ ദിയെ, പൈസ അടച്ചു, അതിന്റെ കൂടെ പൈസ അവിടെ കൊടുത്തു. बहन उसे पलटकर कुछ कहती लेकिन वह भीड़ में गायब हो चुका था. സഹോദരി തിരിഞ്ഞിട്ട്, പലടുക്കർ പറഞ്ഞാൽ തിരിഞ്ഞിട്ട്, കുച്ച് കത്തി, എന്തോ പറയാ, അദ്ദേഹത്തിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞതായിരുന്നു. ലേക്കിൻ വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാ താ, അവൾ എന്തോ പറയാൻ തിരിഞ്ഞപ്പോഴേക്കും വഹ് ഭീഡ് മേ ഗായബ് ഹോ ചുക്കാ താ, അവൻ തിരക്കിലുള്ളിലേക്ക് പോയിരുന്നു, ആ തിരക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭീഡ് പറഞ്ഞാൽ തിരക്ക്, ആൾക്കൂട്ടം, ആൾക്കൂട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അയാൾ. അപ്പൊ അയാളെ കാണാൻ കഴിഞ്ഞില്ല, അയാൾ ആൾക്കൂട്ടത്തിലേക്ക് പോയി.
അതാണ് ഈ ഇത്രയും ഭാഗം നമുക്ക് എടുക്കാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എടുത്ത അത്രയും ഭാഗം ശരിക്കും നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡയറി തന്നെയാണ്. വായിച്ച് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡയറിയാണ്. ഇതിൽ പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമുള്ളിടത്താണ് എന്തുണ്ടാവുന്നത്? മറ്റുള്ളവരോട് പരസ്പര സ്നേഹവും, സ്നേഹമുള്ളിടത്താണ് പരസ്പര വിശ്വാസവും, അതുപോലെ തന്നെ സഹജീവികളോടുള്ള സഹാനുഭൂതിയും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവുന്നത്. നമ്മളിപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടതിൽ കടക്കാരൻ എങ്ങനെയുള്ള സ്വഭാവമായിരുന്നു? കേട്ടതായി ഭാവിക്കാതെ നിന്നു അല്ലെ, കേട്ടിട്ടില്ല എന്ന ഭാവത്തിൽ നിന്നു. അതായത് അയാൾക്ക് സഹായിക്കാനുള്ള മനസ്സില്ലാത്ത വ്യക്തിയാണ് അയാൾ. അങ്ങനെയുള്ള നസാരയും എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ സംഭവം ഓരോ രീതിയിലാണ് കാണുന്നത്. അവിടെ നിന്നിരുന്ന ആ ആൺകുട്ടിക്ക് അവിടെയുള്ള ആ ലേഖികയുടെ അനുജത്തിയെ സഹായിക്കാനുള്ള മനസ്സുണ്ടായി. അപ്പൊ അദ്ദേഹം ആ ഒരു കണ്ട കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ ലേഖികയും അവിടെ നിന്നിരുന്ന ഒരു വ്യക്തി 20 രൂപ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു കണ്ടപ്പോൾ അയാൾക്ക് 20 രൂപ കൊടുത്ത് സഹായിച്ചു അല്ലെ, ആവശ്യമുള്ള സമയത്ത് സഹായിച്ചു. അതായത് മറ്റുള്ളവരൊന്നും ആ സഹായത്തിന് മുന്നോട്ടേക്ക് വന്നില്ല, ആരും സഹായിച്ചിട്ടില്ല, അയാൾ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലും ഒരു കാര്യം തന്നെ പല തരത്തിൽ നോക്കിക്കാണുന്നവരുണ്ട്. ഒരു കാര്യത്തെ തന്നെ മറ്റുള്ളൊരു വെറുപ്പോട് കൂടി നോക്കിക്കാണുന്നവരുണ്ടാവാം. അതല്ല, മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് സഹായിക്കാനുള്ള മനസ്സോട് കൂടിയിട്ട് നോക്കുന്നവരും സഹായിക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ നമ്മൾ ഏതിലാണ് പെടേണ്ടത്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുക അല്ലെ, അങ്ങനെയുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ പാഠവും പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ആ പാഠങ്ങൾ പഠിക്കുക, അത് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക, എഴുതുക, മാർക്ക് വാങ്ങുക, അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഓരോ പാഠവും പഠിക്കുന്നതിലൂടെ അതിലുള്ള ആ മോറൽ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നല്ല കുട്ടികളായിട്ട്, നല്ല സ്വഭാവമുള്ള നല്ല വ്യക്തികളായിട്ട് വളർന്നു വരിക എന്നത് കൂടിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്, ആ എടുത്ത ഭാഗം അത്രയും നന്നായിട്ട് വായിച്ച് പഠിക്കാം.